മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. അറബി ഭാഷയിലെ മൗസിം എന്ന വാക്കിൽ നിന്നാണ് മൺസൂൺ രൂപപ്പെട്ടത്. കേരളം ഉഷ്ണമേഖലാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്റർ. കേരളത്തിലെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് തിരുവനന്തപുരം. മൺസൂണിന് മുൻപുള്ള വേനൽമഴ കേരളത്തിൽ അറിയപ്പെടുന്നത് മാംഗോ ഷവർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാർ. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം. കേരളത്തിന്റെ ചിറാപുഞ്ചി, ലക്കിടി. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും ചൂട് കൂടിയ പ്രദേശം പുനലൂർ. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതിൽ ഒന്നാണ് പാലക്കാട് ചുരം. വേനൽക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള വരണ്ടക്കാറ്റ് പാലക്കാട്, ആര്യങ്കാവ് ചുരങ്ങൾ വഴി കേരളത്തിലേക്ക് വീശുന്നു. കേരളത്തിൽ പ്രധാനമായും 4 തരം കാലാവസ്ഥയാണുള്ളത്. 1. ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി. 2. വേനൽക്കാലം മാർച്ച് മെയ്. കുത്ത്. 3. ഇടവപ്പാതി തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ജൂൺ സെപ്റ്റംബർ. 4. തുലാവർഷം വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ നവംബർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലഘട്ടമാണ് ഇടവപ്പാതി കാലവർഷം. ഈ കാലയളവിൽ കേരളത്തിൽ ശരാശരി 200 സെന്റിമീറ്ററാണ് മഴ. തുലാവർഷ കാലത്ത് ലഭിക്കുന്ന ശരാശരി മഴ 50 സെന്റിമീറ്റർ. വൈകുന്നേരങ്ങളിലെ ഇടിയോടു കൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. കേരളത്തിൽ പെട്ടെന്ന് ഉള്ളതും കനത്തതുമായ ഇടിമിന്നലിനും മേഘസ്ഫോടനത്തിനും വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്ന മേഘങ്ങളാണ് കുമുലോ നിംബസ്. ആരാണ് ഹിപ്പാലസ്? മൺസൂൺ കാറ്റുകളുടെ ഗതി മാറ്റം ആദ്യമായി നിരീക്ഷിച്ച് ഗ്രീക്ക് നാവികൻ. ചെങ്കടലിൽ കൂടി കേരളത്തിലേക്കുള്ള എളുപ്പമാർഗം കണ്ടെത്തിയ നാവികൻ. AD 45-ലാണ് ഹിപ്പാലസ് കേരളത്തിൽ എത്തിയത്. തെക്കുപടിഞ്ഞാറൻ മൺസൂണിനെയാണ് ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത്.